ശൈഖുനായുടെ പ്രവചനങ്ങൾ കണ്ടില്ലേ? 213 പേജ്. CM മടവൂർ മായാത്ത മുദ്രകൾ 213. ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയതാണ്, പുതിയൊരു സംഭവമല്ലത്. ഇതിൽ കാണാം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഹെഡിങ്: ഇന്ന് മഴ വേണ്ട, ഇന്ന് മഴ വേണ്ട. ജൂൺ ജൂലൈ മാസം മഴ തിമിർത്ത് പെയ്യുന്ന കാലം മഹാൻ കാരത്തൊടുവിൽ മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലുണ്ട്. ആഗമനമറിഞ്ഞ് മുറ്റം ജനനിബിഡമാകും, മഴ പലപ്പോഴും ബുദ്ധിമുട്ടാകും. അപ്പോൾ ചോദിക്കും, ഇന്ന് മഴ വേണോ? അപ്പൊ ആളുകൾ പറയും, ഇന്ന് ആളുകൾക്ക് പ്രയാസമുണ്ട്. ശൈഖുനായുടെ വാക്ക് ഇന്ന് മഴ വേണ്ട. അതല്ലേ അധികാരം? എന്തധികാരം? അതല്ലേ അധികാര പദവി? ഇതെന്ത് അധികാരാണ് സഹോദരന്മാരെ? ഇന്ന് മഴ വേണോ എന്ന് ചോദിക്കാണ്. മഴ പെയ്യിപ്പിക്കാൻ ഇയാൾ ആരുവാ? വൃത്തിണെന്നോണം അറിയാം. ഇതൊക്കെ പഴയതാണെന്നാ പറഞ്ഞത്. ഇപ്പൊ 1993 അയാൾ മരിച്ചുപോയത്. ഇത്രക്ക് പഴക്കണ്ടോ? നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ടായ ബുക്കല്ലേ ഇപ്പൊ ഇത്? നുണ ബുക്ക്. ആ നുണ ബുക്കിലുണ്ട്, അതിന്റെ 84 പേജിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടാ തോന്നും അല്ല സൊഹൈൽ ബുഖാരി സൊഹൈൽ മുസ്ലിം ഒക്കെ ആണെന്നാ. ആ മുത്തഫഖുൻ അലൈഹി എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനില് ഇത്രാമത്തെ സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഏതോ ശിവകാശി പ്രസിൽ അടിച്ച എന്തോ ഒരു ബാലമംഗള ബാലരമ ബുക്ക് വായിച്ചിട്ട് പറയണത്. എന്ത് നോണയാണത്? ഇന്ന് വേണ്ടാന്ന്. എന്ത് മഴ ആള് പോക്കലിട്ടും കൊണ്ട് ഇടക്കല്ലായിരുന്നു CM അബൂബക്കർ. ഇനി വേറൊരാള് പറയണേക്കും മഴ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് വീട്ടിൽ പെയ്തില്ല, വീട്ടിൽ മാത്രം പെയ്യാത്ത ഈ ബടായി കഥ നമുക്ക് കേൾക്കാം. കല്യാണത്തിന് വരുന്നവരൊക്കെ നല്ല മഴത്താണ് വരുന്നതെങ്കിൽ വീടിനോട് അടുത്ത് വരുമ്പോഴേക്ക് മഴ കുറഞ്ഞു വരുന്നു. വീട്ടിൽ ചാറ്റൽ മഴ, ചെറുങ്ങനെ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങളുമായി പോയ വണ്ടി വരെ ചളിയിൽ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മഴ ചുറ്റുഭാഗത്തും പെയ്തിട്ടും വീട്ടിലേക്ക് മഴ വേണ്ട എന്ന് ഷെയ്ഖുന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്കൊന്ന് മഴ പെയ്തില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സമയത്തും CM വലിയുള്ളാഹിയുടെ അടുക്കൽ ചെല്ലുകയും ആ സമയത്തൊക്കെ പുതിയാപ്പിള ഇപ്പോൾ വരുമെന്ന് പറയുകയും, ഒരു സമയത്ത് മൂപ്പൻ്റെ വീട്ടിൽ കോഴിക്കോട്ടേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അത് വരുന്നു, പുതിയാപ്പിള വന്നിട്ടുണ്ട്, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്നും ഉപ്പ വണ്ടി കയറി വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് അവിടെ വീട്ടിലിരിക്കുന്നതാണ്, സഹോദരിയെ കാണാൻ വന്ന് വീട്ടിലിരിക്കുന്നതാണ് ഉപ്പാക്ക് അനുഭവമെങ്കിൽ അതുപോലെ ധാരാളം അനുഭവങ്ങളുണ്ട്. ആ സഹോദരിയുടെ കല്യാണത്തിന് തന്നെ നല്ല മഴയുള്ള സമയത്ത് കർക്കിടക മാസത്തിലായിരുന്നു കല്യാണം. ആദ്യത്തെ കല്യാണമായതുകൊണ്ട് കുടുംബങ്ങളൊക്കെ വിളിച്ച് കഴിക്കേണ്ട കല്യാണമായതുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞു, നല്ല മഴയുള്ള സമയത്താണ് കല്യാണം, എന്തു ചെയ്യും? അപ്പോൾ പറഞ്ഞു, മഴ അങ്ങോട്ട് വേണ്ട, വീട്ടിലേക്ക് മഴ വേണ്ട, നിങ്ങൾ കല്യാണം അങ്ങോട്ട് വേണ്ടെന്നു പറയുമ്പോ വേണ്ടാണ്ട് പോവുകയാണ്. അപ്പൊ മഴ ആരാണ് പെയ്യിപ്പിക്കണ? മോലിയരെ തലയിലൊരു കെട്ടുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതിന്റെ ഉള്ളിൽ എന്തേലും വേണം അല്ലേ? ഇതുപോലെയുള്ള മായാവി കഥകളുമായിട്ടാണ് ഈ മുസ്ലിയാക്കന്മാര് വർഗം ഈ മനുഷ്യന്മാരെ പേപ്പിക്കാൻ നടക്കുന്നത്. ഇതിന്റെ പൊന്നാര ജനങ്ങളെ മഴ വർഷിപ്പിക്കുന്നത് ഇവരൊന്നല്ല. എന്നിട്ട് എന്റെ പേർക്കൊന്നും ഇവരുടെ ഷെയ്ഖുനാക്കുനാമാർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ മഴ വർഷിച്ചുകൊണ്ട് മഴ പല തരത്തിലുള്ള ദുരന്തങ്ങൾ വരുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ തീരുമാനത്തില് ഇവരുടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ തീരുമാനത്തിൽ കൈകടത്താനോ ആ തീരുമാനം മാറ്റിമറിക്കാനോ ഇവരുടെ ഒരു ഔലിയക്കും അല്ലെങ്കിൽ ഇവരുടെ ഒരു മനുഷ്യ ദൈവത്തിനും ഒരു ആൾ ദൈവത്തിനും കഴിയില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ഇവർ ഇതുപോലെ ഇങ്ങനെ ബടായും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു തൗഹീദി പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളിലേതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷണമായിക്കൊണ്ട്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നന്മകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, അതുപോലെ തിന്മകൾ കൊണ്ട് പരീക്ഷിക്കുന്നതാണ്, പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. പക്ഷേ അവസാനം എല്ലാ കാര്യങ്ങളുടെയും പിറകിൽ നാം ഓർക്കേണ്ട കാര്യം എന്താണ്? വഇലൈനാ തുർജഊൻ. അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങാനിരിക്കുന്നത് എന്നതാണ്.
ഈ പ്രയാസങ്ങളിൽ മരണപ്പെട്ടു പോയവർ അവർ മടങ്ങിയിരിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നവർ അവർ മടങ്ങാനിരിക്കുന്നതും അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് സഹോദര, ഒന്നാമത്തെ കാര്യം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം മുന്നിൽ വരുമ്പോഴും, പ്രയാസമാകട്ടെ ആഹ്ലാദമുള്ള കാര്യമാകട്ടെ, എന്തൊരു കാര്യമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അവൻ ഓർക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്. വ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് നന്മയാണ്, എല്ലാം അവന് ഖൈറാണ്. വലൈസ ദാക ഇല്ലാ ലി മുഅ്മിൻ, ഒരു മുഅ്മിനല്ലാതെ ആ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇൻ അസാബത്ഹു സറ ഷക്കർ ഫകാന ഖൈറൻ ലഹു, അവനൊരു നന്മ ബാധിച്ചാൽ അവൻ അള്ളാഹുവിനോട് നന്ദി പറയും, അത് അവനൊരു ഖൈറായി മാറി. അതുകൊണ്ട് സഹോദരങ്ങളെ, നാട്ടിൽ ഒന്നാകെ മഴ വ്യാപിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ, നിങ്ങളുടെ വീടുകൾ അവർക്ക് പ്രയാസമുണ്ടായില്ലെങ്കിൽ, കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ, അള്ളാഹുവിന് നന്ദി കാണിക്കുക. അള്ളാഹു ചെയ്ത് ഖൈറാണ്. വ ഇൻ അസാബത്ഹു ദർറാ സബർ, അവനൊരു പ്രയാസം ബാധിച്ചാലാകട്ടെ അവൻ ക്ഷമിക്കുന്നതാണ്, അള്ളാഹു വിധിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് പരിചയമുള്ളവരെ നഷ്ടപ്പെട്ടവരുണ്ട്. ക്ഷമിക്കുക. ഇൻ അസാബത്ഹു സറ ഇൻ അസാബത്ഹു ദർറാ സബർ, അവന് പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കുന്നതാണ്. ഫകാന ഖൈറൻ ലഹു, അത് അവന് പരലോകത്ത് ഖൈറായി വരാതിരിക്കുകയില്ല. അതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ട് ബാധിച്ചവരാകട്ടെ, എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ വിങ്ങുന്ന പലരെയും നമ്മൾ കാണുന്നു. സഹോദര, അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് ലഭിക്കാനിരിക്കുന്നുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് യാതൊന്നും നഷ്ടമല്ല. ചില അസറുകളിൽ വന്നതുപോലെ പരീക്ഷണങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പരലോകത്തൊരാൾ കണ്ടു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുമായിരുന്നു എന്നാണ്, എനിക്ക് ഇതിനേക്കാൾ പരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഹത്ത ഷൗക തുസീബുഹ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, അതിലെല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു വസബുൻ വലാ നസബുൻ വലാ ഹമ്മുൻ വലാ ഹസനുൻ, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ദുഃഖമാകട്ടെ, ആകുലതയാകട്ടെ, അവനെ ബാധിക്കുന്ന ക്ഷീണമാകട്ടെ, ഒരു പ്രയാസമാകട്ടെ, ഹത്ത ഷൗക യുഷാക്കുഹ, എന്തിനധികം ഒരു മുള്ള അവനെ തറച്ചാൽ പോലും ഇല്ല കഫർ അല്ലാഹു ബിഹ ഖതായ, അള്ളാഹു അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, ഒരു മുള്ള തറച്ചാൽ. അതുകൊണ്ട് പ്രയാസങ്ങൾ ബാധിച്ചവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശയടയരുത്, അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരായി മാറാൻ പാടില്ല. ഒന്നാമത് ഓർക്കേണ്ട കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ഇത്തരം പ്രയാസങ്ങൾ, ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിപത്തുകൾ, അതിൻ്റെ ഭൗതികമായ കാരണങ്ങളെക്കുറിച്ച് ജനങ്ങൾ ധാരാളം പേർ ചർച്ച ചെയ്യുന്നു. ധാരാളം പേർ അവർ പറയുന്നു മരം മുറിച്ചത് കൊണ്ടാണ്, മണ്ണെടുത്തത് കൊണ്ടാണ്, മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. ചിന്തിച്ചു നോക്കൂ, പണ്ടുകാലങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടില്ലേ? മരങ്ങൾ മുറിക്കാത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ പ്രളയം ഉണ്ടായിട്ടില്ലേ? അന്ന് ആളുകളെല്ലാവരും മരം മുറിച്ചിട്ടാണോ? അന്നെല്ലാ ആളുകളും പരിസ്ഥിതിയെ നശിപ്പിച്ചത് കൊണ്ടാണ്. അതെ, ഭൗതികമായ കാരണങ്ങൾ ഇത്തരം പ്രയാസങ്ങൾക്ക് പിറകിലില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഭൂമിയിൽ ഈ രൂപത്തിൽ വിപത്തുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ തിന്മകളാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ഭൂമിയിൽ കരയിലും കടലിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ഫസാദ്, കുഴപ്പം പുറപ്പെട്ടിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു, പ്രശ്നങ്ങൾ വ്യാപകമായിരിക്കുന്നു. എന്തുകൊണ്ട്? ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച തിന്മകൾ കാരണത്താൽ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു സമൂഹം എന്ന നിലക്ക് കേരളത്തിലുള്ളവർ, മലയാളികൾ, അവർ സ്വയം ആലോചിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് സംഭവിച്ച മാറ്റമെന്ന്, എന്താണ് നമ്മുടെ ധാർമ്മിക നിലവാരത്തിന് സംഭവിച്ചിട്ടുള്ള അവസ്ഥ, എന്താണ് മുസ്ലിമീങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കാര്യം. ആലോചിച്ച് നോക്കൂ, മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്, അള്ളാഹുവിനോടുള്ള അവരുടെ ബന്ധം എന്താണ്. ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങൾക്കിടയിലെ പ്രധാന ചർച്ച ഇന്ന് പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ആരാണ് എന്നാണ്. അതൊരു വലിയാണോ? മരിച്ചുപോയ ഒരു വലിയാണോ? വലിയെന്ന് അവർ അവകാശപ്പെടുന്ന ആളാണോ? അയാളാണോ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്? അതല്ല അള്ളാഹു ആണോ? അവർക്കിടയിലെ ചർച്ചകൾ പ്രധാനപ്പെട്ടത് ഒരു വിഭാഗം പറയണം, അതൊന്നും പുറത്തു പറയാൻ പാടില്ല, ആൾക്കാരോട് പറയാൻ പറ്റിയ കാര്യമല്ല.
ഉള്ളിൽ പറയേണ്ട കാര്യമാണ്, വേറെ ചിലപ്പോൾ അത് പുറത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ സഹോദര, എന്തുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ നമ്മെ ബാധിക്കുന്നു എന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ, മുസ്ലിം ആൺകുട്ടികൾ, അവരോട് അഭിമുഖം നടത്താൻ സ്വർഗരതിയെക്കുറിച്ച്, സ്വർഗ വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ പറയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്, അനുവദിക്കപ്പെടേണ്ട കാര്യമാണ്. ഒരാളുടെ ഇഷ്ടം അതാണെങ്കിൽ ഒരു 5 കൊല്ലം മുന്നേ തിരിഞ്ഞു നോക്കിയാൽ വൃത്തികെട്ട ഒരു കാര്യം എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന കാര്യം ഇന്ന് ആളുകൾക്ക് അത് വളരെ മനോഹരമായ കാര്യമായി മാറിയിരിക്കുന്നു. നമുക്ക് സംഭവിച്ച മാറ്റം എന്താണെന്ന് നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സഹ വഅലമൂ അന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. നിങ്ങൾ ഫിത്നകളെ ഭയക്കേണ്ടതുണ്ട്, കുഴപ്പങ്ങളെ ഭയക്കേണ്ടതുണ്ട്. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സഹ. നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമായിരിക്കില്ല അതിൻ്റെ ശിക്ഷ പിടികൂടുക, എല്ലാവരും ഒരുമിച്ചായിരിക്കും പിടികൂടുക. ഒരു സമൂഹം എന്ന നിലക്ക് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സമയമാണിത്. അള്ളാഹുലേക്ക് മടങ്ങാനുള്ള സമയമാണിത് എന്ന് സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, സഹോദര, പരീക്ഷണങ്ങൾ അധികരിക്കുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുക. അത് ഓർമ്മപ്പെടുത്തലാണ്. നിൻ്റെ ശരീരത്തിൽ വരുന്ന ഒരു ചെറിയ പരീക്ഷണമാണെങ്കിൽ പോലും നീ അള്ളാഹുലേക്ക് മടങ്ങാനായിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്.